വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അനിഴം, കേട്ട, വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമായ അവസ്ഥകൾ അല്പം കാര്യമായിട്ട് വരുന്ന ആഴ്ചയായിട്ട് ഇപ്പോഴും കാണുന്നില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുടെയും മാറിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ദോഷാവസ്ഥയുണ്ട്. 11-ൽ നിൽക്കുന്ന കേതു മാത്രമാണ് ഇവർക്ക് സാമ്പത്തികമായി, പ്രത്യേകിച്ചും വിദേശ സംബന്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും കമ്പനിയുടെ ഇവിടുത്തെ ശാഖകളിൽ ജോലി ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പൂർണ്ണമായും വിദേശത്തു നിന്ന് സഹായിക്കുന്ന സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ സഹായം കൊണ്ട് ധനപരമായ ഗുണം ഉണ്ടാകാം. എന്നാൽ ശുക്രൻ്റെ 3-ാം ഭാവത്തിലെ നില അത്ര നല്ലതല്ല. അതുപോലെ തന്നെ ബുധനും 3-ൽ താരതമ്യേന ഗുണമൊന്നും ചെയ്യില്ല. എന്നാൽ ചൊവ്വ ബലവാനായി 3-ൽ നിൽക്കുന്നത് ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ സഹായം വരുത്തി വയ്ക്കും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ശുഷ്കാന്തി, എന്തു പരാജയമുണ്ടായാലും സാമ്പത്തികമായി വലിയ ഗുണമൊന്നുമില്ലെങ്കിലും തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ആത്മാർത്ഥമായി മനസ്സർപ്പിച്ച് ജോലി ചെയ്യാനുള്ളൊരു മനസാന്നിധ്യം ഇവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം ഇവർക്കുണ്ടാകും. അന്ന് പോയി അന്നു തന്നെ മടങ്ങി വരുന്ന ഹ്രസ്വയാത്രകളിൽ നിന്ന് ഗുണമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയമുണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവെ യാത്രാഗുണം, പ്രവർത്തന വിജയം, സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ബന്ധുമിത്രാദികളും അതുപോലെ സഹോദരന്മാരും ഇവരെ സഹായിക്കുമെന്ന് കാണുന്നു. സഹോദരന്മാർക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ ശാരീരികമായോ ചില അവശതകൾ ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകം അത്തരം കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ ഉണ്ടാവണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14 ഉച്ചയ്ക്ക് ശേഷം 15, 16, 17 ദിവസങ്ങൾ നല്ലതാണ്.